ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ആവണി സോങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മൾ എന്തായാലും രാവിലത്തെ കുറേ പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ പരിപാടികളൊക്കെ മെയിനായിട്ട് എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ആവണിക്കുട്ടി ഇതാ നല്ല ഉറക്കാട്ടോ. അപ്പോൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ആൾ നല്ല ഉറക്കാണ്. അപ്പോൾ അവൾ കിടന്ന് ഉറങ്ങിയിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ച് പരിപാടികളൊക്കെ കാണാം. അതേപോലെ നോക്കി ഗൈസ്, നമ്മൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഇൻട്രോ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാടും ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക, പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നൊക്കെ പറയാം. അതേപോലെ നേരെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഒരുപാട് പല വെറൈറ്റി, അതായത് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണില്ലേ, ചില എന്താ പറയുക സിനിമകളിലൊക്കെ വള്ളിയിലൊക്കെ തുങ്ങി തൂഞ്ഞാലാടുന്ന രീതിയിൽ അതുപോലത്തെ ഒരുപാട് വള്ളിക്കൂട്ടങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക രസമാട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയാലും ഇവിടെ ഇങ്ങനെ താമസിക്കുന്നതൊക്കെ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ കോടയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഫുള്ള് എന്താ പറയുക, ഈ ഒരു ഭാഗം നമുക്ക് ഈ ഒരു ഏരിയ ഒന്നും കാണില്ല. അത്രയും നല്ല രീതിയിലാട്ടോ കോടയൊക്കെ ഇറങ്ങുമ്പോൾ അവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കോടയും കാര്യങ്ങളൊന്നും ഒന്ന് തെളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നിന് വെയിലാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാരണം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റും. നോക്കി നിൽക്കുന്നതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടൊരു ആശാനെ കണ്ടോ, ഓന്താണ് കേട്ടോ. അപ്പോൾ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഓന്തുകളൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ. ഇത് ക്യൂട്ടായിട്ടാണല്ലേ ആളിതിലിങ്ങനെ ചാടി കളിക്കുന്ന. നോക്കിയപ്പോൾ ഒരു വള്ളി പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഇതിൽ കൂടെയൊക്കെ ആളിങ്ങനെ ചാടി മറിഞ്ഞ് കുറച്ച് നേരമായിട്ട് വരെ നിൽക്കുന്നു. അപ്പോൾ ഇത് ഓന്താണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ഓന്തിന് ഞാനിപ്പോൾ ഇന്നാട്ടോ കാണുന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഓന്തുകൾ നമ്മൾ കാണാറുണ്ട്, പക്ഷേ ഇതേപോലത്തെ ഒരു വെറൈറ്റി ഞാൻ എന്നാട്ടോ കാണും. അപ്പോൾ ചെറിയ ആളാണേ, വലുതാവുന്നേ ഉള്ളൂ. എന്തായാലും നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. എന്ത് മാത്രമല്ല, അങ്ങനെ പല സംഭവങ്ങളായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഓരോന്നും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ അത്രയും പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണല്ലോ നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഇവിടെ കുറച്ചൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്താ അവസ്ഥ നമുക്ക് എന്തായാലും വരുമ്പോൾ കാണാം. ചിലപ്പോൾ മഴ പെയ്യാം, ചിലപ്പോൾ മഴ പെയ്യാതിരിക്കും, ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ നിലമൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഒരുക്കിയതിന് ശേഷം നമ്മൾ പുതിയ ഏലത്തിൻ്റെ തൈകളൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ അതിന് ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നല്ല കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മഴയുടെ കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എന്തായാലും സ്പ്രിംഗ്ലർ വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കാരണം നട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം എന്തായാലും വേരൊക്കെ ഒന്ന് പിടിച്ചൊന്ന് സെറ്റായി വരുന്നവരെ നമുക്ക് നല്ല തണുപ്പ് വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പ്രിംഗ്ലറൊക്കെ നല്ല ഫോഴ്സിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട്, അതായത് ഒരു 5-6 വെച്ചിട്ടുണ്ട്. കാരണം എല്ലാ സ്ഥലത്തേക്കും എത്താനുള്ള നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് എല്ലാ ഭാഗം. അപ്പോൾ ഓരോ ചെറിയ ഡിസ്റ്റൻസിലിട്ട് ഇങ്ങനെ വെച്ചിരിക്കും കേട്ടോ. അത് മാത്രമല്ല തണുപ്പ് കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി ഇതിൻ്റെ ചോട്ടിൽ കൂടെയൊക്കെ നമ്മൾ ചപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് എടനമരം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ചപ്പാട്ടോ കമ്പ് കൂതിയതിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു ഇലേനെ പറ്റി അതിന് മുന്നും പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കാനൊക്കെ പാടയായാലും അതുപോലെ തന്നെ കുമ്പിളപ്പം അതേപോലെ തന്നെ നമ്മുടെ ചക്കയപ്പൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയായിട്ട് ഒരു ഇല. കാരണം അത്രയും നല്ല സ്മെല്ലാണ്. അപ്പോൾ ഉണങ്ങും തോറും നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ നോക്കി ഇപ്പോഴാണെങ്കിൽ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഇത് കുറച്ചായിട്ട് വെട്ടിയിട്ടിപ്പോൾ ഒന്ന് വാടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ചപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നനയ്ക്കും കൂടി ചെയ്യുമ്പോൾ നല്ലൊരു തണുപ്പ് കിട്ടും. അപ്പോൾ ഒരു ദിവസം നമുക്ക് നന എത്തിയില്ലെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ചപ്പിട്ടുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പ് ചോട്ടിലുണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാത്തിനും നമ്മൾ നട്ടതിൻ്റെ കൂടെ തന്നെ ചപ്പൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങ് അടപ്പ് സ്പ്രിംഗാൾ അടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് കണ്ടോ ഗൈസ്, ഒരു നമ്മുടെ പേരയ്ക്കന്മാരാണ്. അപ്പോൾ ഒരുപാട് പേരയ്ക്കുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. എത്രത്തോളം നമുക്ക് അതിന് കൊഴിഞ്ഞ് താഴെ പോയി ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ഇങ്ങനെ ഒരുമിച്ച് പഴുത്തിട്ട് നമുക്ക് അറിയില്ല. എന്നാലും പോയി നോക്കി വെക്കാം. കിട്ടുവാണെങ്കിൽ നമുക്കിത് പേരയ്ക്ക പറിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കാരണം ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ വെയിലത്ത് നിന്ന് മൂത്തിട്ട് പഴുത്തുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ട്. അപ്പോൾ ഇതൊരു റെഡ് കളറാട്ടോ ഉള്ളിൽ. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് മുരിക്കിൻ്റെ കാലുകൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുരിക്കിൻ കാലുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ നോക്കി ഇതിൻ്റെ ഈ ഒരു താഴെ കൂടി ഒരു കമ്പ് ഫുള്ള് നമ്മൾ കൊതി വിട്ടതിന് ശേഷം മേൽഭാഗത്ത് നോക്കിയൊരു എന്താ പറയുക, ഒരു കൊടയുടെ സെറ്റപ്പിലായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു തണലാട്ടത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള സമയത്തൊക്കെ ഒരു കൊടയുടെ സെറ്റപ്പിൽ ഇങ്ങനെ പടർന്നു വന്നിരിക്കുകയാണേ.
മാത്രമല്ല കേട്ടോ ഒരുപാട് ചെറിയ ഈ കറുത്ത ഒരു ടൈപ്പ് ഉറുമ്പുണ്ടല്ലേ, കടിക്കില്ല പക്ഷെ അതിങ്ങനെ ദേഹത്തിൽ കൂടെ കയറിട്ട് കുറേ ഉണ്ട്. സാധാരണ നമ്മൾ എപ്പോഴും ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാ പ്രാവശ്യം വാഴയാട്ടോ കൃഷി ചെയ്യാറ്. അതായത് നമ്മുടെ നേന്ത്രവാഴയാണ്. പ്രാവശ്യം എന്തായാലും അതിന് വിപരീതമായിട്ട് നമ്മൾ ഒരു വെറൈറ്റി, അതായത് ഏലമാട്ടോ. അപ്പോൾ ഏലം നമ്മൾക്ക് താഴെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആദ്യമായിട്ടാട്ടോ ഏലം കൃഷി ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയുണ്ടെന്നൊക്കെ അതിൻ്റെ റിസൾട്ടൊക്കെ നമ്മൾ എന്തായാലും വരുന്ന വീഡിയോസിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നത് ഒരുപാട് ദിവസത്തെ നമ്മളൊരു കഠിന പ്രയത്നത്തിൻ്റെ ഫലമാട്ടോ. കാരണം കിറ്റാച്ചിക്ക് നമ്മൾ നിലമൊക്കെ നന്നായിട്ട് ഒഴിക്കുമ്പോൾ ഇതിന് മുന്നേ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് അറിയുണ്ടാവും നമ്മുടെ ഇവിടെ ഈ ഒരു നിലമൊന്നും ഈ ഒരു രീതിയിലായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം കേട്ടോ പിന്നെ ഈ ഒരു കുറ്റിക്കാലുകൾ റെഡിയാക്കിയതായാലും പിന്നെ നമ്മുടെ ഈ തൈകളൊക്കെ പുഴക്കി അതൊക്കെ ഒന്ന് പിരിച്ച് നട്ടതായാലൊക്കെ ഒന്ന് കുറേ പ്രോസസ്സിങ്ങിലൂടെയാണ് അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്പ്രിംഗ്ലറൊക്കെ കുഴപ്പമില്ല, നന്നായിട്ട് അടിക്കുന്നുണ്ട്. എന്നാലും വരുന്ന അപ്ഡേഷനൊക്കെ എന്തായാലും അടുത്ത വീഡിയോസിലൂടെയൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആവണിക്കുട്ടീൻ്റെ ഇടയ്ക്ക് നീച്ചിട്ടുണ്ട്. പിന്നെ ആവണിക്കുട്ടിയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേരയ്ക്ക് പറിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ വന്നത്. അപ്പോൾ പേരയ്ക്ക് ആൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പേരയ്ക്ക് ഉണ്ടോ നോക്കാം നമുക്ക് ആദ്യം. അല്ലേ ആവണിക്കുട്ടി ഉറങ്ങിയോ? വാവ ഉറങ്ങിയോ? എന്നാ അവിടെ നോക്കി ഹായ് കൊടുത്തേ. പേരയ്ക്ക് പറിക്കാനായിട്ടോ ആൾ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആവണിക്കുട്ടിക്ക് എത്തുന്ന അവിടെ ഒന്നും ഇല്ല. നമുക്ക് ഇവിടെ ഒരു കമ്പുണ്ട്, കമ്പ് വെച്ചിട്ട് നമുക്ക് പറിക്കാം. ഇലകളുടെ ഇടയിൽ കൂടെ കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങ് മണ്ടയിലാട്ടോ അത് പഴുത്ത് നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പറിക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒരുമിച്ച് പഴുത്തുകൊണ്ട് തന്നെ കുറേ കിളികളൊക്കെ കഴിച്ചിട്ടും ഒക്കെ കുറേ താഴെയൊക്കെ വീണ് കൊഴിഞ്ഞു പോയിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വരണം എന്തായാലും പഴുത്ത് പേരയ്ക്ക് പറിക്കാൻ വന്നിട്ട് നമുക്ക് പേരയ്ക്ക് പ്രതീക്ഷ പോലെ കിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഒരെണ്ണം നേരത്തെ മേളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പറിച്ച് താഴെ ഇട്ടപ്പോൾ ഒരു ഭാഗം കണ്ടപ്പോൾ നമ്മൾ നല്ല പേരയ്ക്ക് അത് ഞാൻ കയ്യിലെടുത്തപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഫുള്ള് കിളി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പേരയ്ക്ക് പറിക്കില്ല, എന്താണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേരയ്ക്കയുടെ സീസൺ തീർന്നിട്ട് പ്രാവശ്യത്തേക്ക് നമുക്ക് പുതിയത് ഉണ്ടായിട്ട് വേണം. അപ്പോൾ ഒരുപാട് നല്ല പിന്നെ ഉള്ളതൊക്കെ പച്ചയാട്ടോ, പഴുത്തൊന്നും ഇല്ല അധികം. അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ തുടങ്ങിയത് ഏലം വെച്ചിട്ട്. അപ്പോൾ നോക്കി ഇതൊക്കെ കാണുമ്പോഴാട്ടോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു റിസൾട്ട് നന്നായിട്ടൊരു മുള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു മുളയല്ലാണ്ട് ഇതിൻ്റെ സൈഡിൽ വേറെ ഒരു മുളയുണ്ട്. ഇതിൻ്റെ ചോട്ടിൽ നമ്മൾ ഒരുപാട് ചപ്പൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ കൈ വെക്കുമ്പോൾ തന്നെ നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ നേരം സ്പ്രിംഗ്ലറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ സ്പ്രിംഗ്ലർ മാറ്റി വേറെ സ്ഥലത്തേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സ്പ്രിംഗ്ലർ അടിച്ചതിൻ്റെ മണ്ണിന് നല്ല തണുപ്പായിട്ട് നോക്കി ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ കാപ്പിക്കുരിയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടിട്ട് ഒരു സൈഡിൽ. അപ്പോൾ എല്ലാം ഒന്നും ഒരുമിച്ചൊന്നും അല്ല കേട്ടോ പഴുത്തത്. അപ്പോൾ ഇങ്ങനെ മൂക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ പഴുത്ത് തുടങ്ങും. അപ്പോൾ ഇതിലൊക്കെ നോക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചായിട്ട് ഇതിൽ പഴുത്തിരിക്കും. അപ്പോൾ ചില മരത്തിൽ നോക്കുമ്പോൾ ഫുള്ള് പഴുത്തിട്ടുണ്ട്, ചിലതിലാണെങ്കിൽ കുറച്ചായിട്ട് അങ്ങനെ പഴുക്കുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ പറിക്കാൻ തുടങ്ങുന്നുണ്ട്. കാരണം എല്ലാം നമ്മൾ ഒരുമിച്ചിട്ടല്ല പറിക്കുക, പഴുത്ത് വരുന്നതിനനുസരിച്ചാണല്ലോ പറിക്കുക. എന്നാലും ഇതിലൊക്കെ കുറച്ച് പഴുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പഴുക്കുന്നതിനനുസരിച്ച് ഈ ഒരു കാപ്പിക്കുരിൻ്റെ കളർ ഇങ്ങനെ ഡിഫറെൻറ്റ് കളറിലേക്ക് ഇങ്ങനെ മാറുന്നത് പ്രത്യേക രസമാട്ടോ കാണാൻ വേണ്ടി തന്നെ. പച്ചയും കറുപ്പും ചുമപ്പും കാപ്പിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് കളർഫുള്ളായിട്ട് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും, അതായത് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും അത്യാവശ്യം എല്ലാം പഴുത്ത് തുടങ്ങും. അത് നമുക്ക് പഴുത്ത് ഇങ്ങനെ നിൽക്കണോ പറിച്ച് തിന്നാന്ന് തോന്നുന്നു. അത്രയും നല്ല അടിപൊളിയായിട്ടാണ് പഴുത്ത് നിൽക്കുന്നത്. കാരണം കുറേ ഉറുമ്പുകളൊക്കെ ഇതിൻ്റെ മേലെ കൂടെ എനിക്ക് ഇതിനെ കാണുമ്പോൾ ചെറിയൊക്കെ പഴുത്തില്ല, അതേപോലെ ആയിട്ട് തോന്നുന്നത്. പറമ്പിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് സമയം പോണതേ അറിയില്ല കേട്ടോ നമ്മൾ. കാരണം കുറച്ച് അധികം സമയമായിട്ട് വന്നിട്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ വന്നപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ തണുപ്പൊക്കെ മാറിയിട്ട് പിന്നെ ഒരു നല്ലൊരു വെയിലൊക്കെ വന്നു. അതേപോലെ തന്നെ തണുത്തൊരു കാറ്റൊക്കെ വീശപ്പോൾ ഈ ഒരു നല്ല വെയിലൊക്കെ ആയിട്ട് കുറച്ച് നേരം നടന്നിട്ട് നമ്മളിപ്പോൾ മടുത്തിരിക്കും. അപ്പോൾ നമുക്ക് പോയിട്ട് നമ്മുടെ സ്പ്രിംഗ്ലറിൻ്റെ ചുവട്ടിലൊന്ന് പോയി നിൽക്കാം. ഗൈസ് എൻ്റെ തലയ്ക്ക് മുകളിൽ നല്ല ഫോഴ്സ് സ്പ്രിംഗ്ലർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്പ്രിംഗ്ലറിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴ പെയ്യുന്ന ആ ഒരു എഫക്റ്റാണ് കേട്ടോ. ഫുള്ള് ആ ഒരു മണ്ണൊക്കെ നന്നായിട്ട് ഇങ്ങനെ നനഞ്ഞ് കുളിച്ച് നിൽക്കുവാണേ. അപ്പോൾ എന്തായാലും അതിൻ്റെ ചുവട്ടിൽ പോയി നിന്നപ്പോഴത്തേനും നമ്മൾ ഇത്രയും നേരം വഴി നടന്നതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറിയിട്ട്. കാരണം നല്ലൊരു തണുപ്പും ഒക്കെ ആയിട്ടൊരു അടിപൊളി, പിന്നെ തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്പ്രിംഗ്ലർ എന്തായാലും ഒരു രക്ഷയില്ല നന്നായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം. അടുത്ത് നോക്കി എവിടേക്ക് ആയാലും ആ കാപ്പിക്കുരി നന്നായിട്ട് മൂത്ത് കിട്ടും. അപ്പോൾ പഴുത്ത് തുടങ്ങിയിട്ടില്ല,
ചെറിയ രീതിയിൽ കളർ ചേഞ്ച് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അധികം വൈകാത്ത ദിവസങ്ങളിൽ നമുക്കിനി കാപ്പിക്കുരുവൊക്കെ പറിക്കേണ്ടി വരും. മുക്കുന്നതനുസരിച്ച് നമുക്ക് എന്തായാലും പതുക്കെ പറിച്ചു തുടങ്ങണം. അല്ലാന്നിട്ട് ഈ വെരുകുന്ന ഒരു സംഭവം കേട്ടോ. കാരണം ഈ ഒരു കാപ്പിക്കുരു പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുറന്തോട് ഒരു നല്ല മധുരമൊക്കെയാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ വെരുകുകൾ വരും കേട്ടോ. പിന്നെ ആ ഒരു പരിപ്പ് ഫുള്ള് താഴെ ഇങ്ങനെ കൊഴിച്ചിട്ടിട്ട് അതിൻ്റെ ആ ഒരു തോല് ഫുള്ള് അവർ കഴിച്ചിട്ട് കൂട്ടും. എന്തായാലും പഴുക്കുന്നതനുസരിച്ച് നമുക്ക് പതുക്കെ അതൊക്കെ ഒന്ന് പറിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം കേട്ടോ. ഇത് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. കൊണ്ടുപോയ സാധനത്തിന് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടേ. എൻ്റെ ഫോണൊക്കെ ഇതാ പിടിക്കാൻ വേണ്ടിയിട്ട് കയ്യിലേൽപ്പിച്ചിട്ടാ നല്ല സേഫായിട്ട് ഞാൻ ഫോണൊക്കെ പിടിച്ചതാ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടേ. ഡയന എവിടെ? ഇവിടെ എത്തിയ പിന്നെ ആൾക്ക് ഡയന കൂട്ടിലുണ്ടെന്ന് അറിയാം. ഡയന എന്നാണ്. അങ്ങനെ നടന്നു വന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാനായിരുന്നു കൊടുത്തിരുതാ നമ്മുടെ ആവണിക്കുട്ടിയും കൂടി ഇരിക്കുക കേട്ടോ. ഓ വാവു ആയോ? എങ്ങനെ വാവു ആയേ പറഞ്ഞെടുത്തേ. എങ്ങനെ വാവു ആയേ? കത്തിയോ? കത്തി തട്ടിയതാണോ? എങ്ങനെ വാവു ആയേ? ഷാറിലാട്ടോ ഒരു കുഞ്ഞ മുറിയാട്ടോ. ഇപ്പൊ ഇതാ കെട്ടി സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സ്വാഭാവികം അല്ലേ ആവണിക്കുട്ടി? വികൃതി കുടിക്കുകയല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാ? അല്ലാടെ പറഞ്ഞ അച്ഛ എവിടെ? അച്ഛ പോയോ? അച്ഛ പറമ്പിൽ പോയില്ലേ? അച്ഛ ഇപ്പൊ വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. അതേപോലെ തന്നെ നമുക്ക് ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഒരുപാട് പണികളൊന്നും ഒന്ന് അടിച്ചു വരാനുണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് നോക്കിയാലോ. ഇന്ന് നമുക്ക് എന്താ കറി? മീമിയൊന്നുമല്ല, ഇന്നലെ ആയിരുന്നു നമുക്ക് മീമി. ഇന്നെന്താ? മുട്ടയല്ലേ? എന്താ കറി? ഇന്നെന്താ? മുട്ടാന്ന് പറ. മട്ട. അത് അവിടെ നോക്കി പറ. പൊന്നാ. ഇന്നെന്താ കറി എന്ന് പറഞ്ഞെടുക്ക്. പറ. മുട്ട. മട്ടയല്ലടി പൊട്ടി, മുട്ട. അമ്മ പോയി. മുട്ട തന്നെയാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കാം. പോവാ. കറിയായിട്ട് ഇന്നതാ നമുക്ക് നല്ല അടിപൊളി വറുത്തരച്ച മുട്ടക്കറിയാണ്. ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ തോരൻ. അതായത് 2 കളറ് ക്യാബേജ് ഒരുമിച്ച് കുത്തി അരിഞ്ഞിട്ട് തോരൻ വെച്ചിട്ടുള്ളതാണ്. നമുക്ക് അച്ചാറുണ്ട്, കൂടെ പപ്പടവും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേന് കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ഇരുട്ടായിരിക്കുകയാണ്. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിൽ വീണ്ടും ചേഞ്ച് ആയിട്ട് നന്നായിട്ട് മൂടലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഗംഭീര മഴയായിട്ടൊക്കെ ചെയ്യുമ്പോൾ കൂടെ നല്ല കാറ്റുണ്ട്. കാറ്റടിച്ചിട്ട് ചീക്കാലൊക്കെ അടിച്ച് കയറുവാണ്. എന്നാലും നമ്മൾ പെട്ടെന്ന് മഴ ഇത്തിരി ഫോഴ്സിൽ പോയെന്ന് വിചാരിച്ചില്ല. അപ്പം നമ്മുടെ പിള്ളേരൊക്കെ അടിച്ചില്ലായിരുന്നു. അപ്പം ഇതൊക്കെ ഫുള്ളൊന്നും പോയിട്ട് ഊരിയിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ മഴയും മഴത്തിന് കൂടെ പിള്ളേരൊക്കെ പാടാകുമ്പോൾ കൂടുതൽ വെള്ളമായിട്ടേ ചിലപ്പോൾ തിരിവിറക്കി തരണം. അപ്പം ഇറക്കൊന്നും ഊരിയിരുന്നു. കാരണം അപ്പം നല്ല ഫോഴ്സിലാട്ടോ. മഴ മാത്രമല്ല അപ്പുറത്തൊക്കെ നന്നായിട്ട് കോട വന്ന് കവർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും മഴയൊക്കെ നോക്കി കുറച്ച് നേരം പുറത്ത് നിന്നു കേട്ടോ. പിന്നെ മഴ നോക്കി ആസ്വദിച്ചും കൊണ്ടിരുന്നാലേ നമ്മുടെ പണിയൊന്നും നടക്കില്ല. അതുകൊണ്ട് പിന്നെ നേരത്തെ ചൂലെടുത്ത് കാരണം നമുക്ക് അടിച്ചു വരാനുണ്ട്. അപ്പോൾ നമുക്ക് അടിച്ചൊന്ന് വാരിയിടാം. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരത്തെയാണ് ആ ഒരു മെഷീൻ എടുത്ത് പുറത്തിട്ട് കേട്ടോ. അത് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഡ്രസ്സ് തയ്ക്കാണ്ട് കേട്ടോ. ഡ്രസ്സ് തയ്ക്കലൊക്കെ കഴിഞ്ഞ് ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാത്തത്. അപ്പോൾ ആ ഡ്രസ്സ് ഞാൻ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതോടെ ഒന്ന് തയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നോക്കി ഏട്ടൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടന് ഫുഡൊക്കെ കൊടുക്കാണ്ട്. അപ്പം ഏട്ടൻ്റെ വീഡിയോയിൽ കിട്ടിയ കാര്യം അതാ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് കണ്ടത്. നമ്മുടെ ആവണിക്കുട്ടിയുടെ കളിപ്പാട്ടങ്ങളായിട്ടും അതുപോലെ തന്നെ ആളുടെ ചെരുപ്പൊക്കെ ഇവിടെ നിരന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഏട്ടന് ഫുഡ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ എന്തായാലും മറന്നു പോകരുത്. അങ്ങനെ എന്തായാലും മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം പെയ്തു കിട്ടും മഴ. എനിക്കൊന്നൊരു 2-2.5 മണിക്കൂറോളം നന്നായിട്ട് നല്ല ഫോഴ്സിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നേ. അതേപോലെ തന്നെ മഴ പെയ്തതിന് ശേഷം പിന്നെ നല്ല തണുപ്പായിട്ട് കേട്ടോ. കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മഴ പെയ്യുന്ന ഒരു ടൈമിൽ. ഞാൻ അതൊക്കെ വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ആ ഒരു ഫോഗൊക്കെ ഫുള്ളായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ തെളിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം നന്നായിട്ട് എന്താ പറയുക, ഒരു 6 മണി കഴിഞ്ഞൊരു ഫീലായിട്ട് ഇപ്പോൾ കാണുമ്പോൾ പ്രകൃതി ഫുള്ളായിട്ട് എന്താ പറയുക, ഇനി മഴ പെയ്യുന്നു തോന്നുന്നു. ഫുള്ള് നല്ല രീതിയിൽ തന്നെ കാർമയൊക്കെ മൂടി നിൽക്കുവാണ്. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ മഴയൊക്കെ പെയ്തതിന് ശേഷം നോക്കി നമ്മൾ വെറുതെ ഒന്ന് പറമ്പിലേക്ക് നടക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ അതിഥിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ നേരത്തെ രാവിലെ പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ടൈമിൽ നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ ഇവരെ. പക്ഷെ എന്തായാലും ഒന്നുള്ളെങ്കിലും നല്ല വലിപ്പമുള്ളൊരു കൂൺ തന്നെയാട്ടോ കിട്ടിയിട്ടുള്ളത്. നോക്കി കാലിൻ്റെയൊക്കെ ഒരു വണ്ണം, കാലായാലും നോക്കി ഒരെണ്ണമുണ്ടെങ്കിൽ നമുക്ക് ചുടുവോ. അതേപോലെ തന്നെ നമുക്ക് കറിയായിട്ട് വയ്ക്കാം, തേങ്ങയൊക്കെ അരച്ചിട്ട്. അല്ലാതെ വയറ്റിയിട്ടൊക്കെ വയ്ക്കാം. അപ്പോൾ ഒരുപാട് രീതിയിൽ വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒന്നുള്ളെങ്കിലും അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കറിയോ അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ വറുത്തരച്ച് വെക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെ എന്തെങ്കിലും ചെയ്യണം. അതേപോലെ തന്നെ നല്ല മഴയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ പിന്നെ പോയി കുളിച്ചു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പുറത്തേക്കും നല്ല തണുപ്പുണ്ട്. കാരണം അന്തരീക്ഷം മൊത്തത്തിൽ നല്ല തണുപ്പാണ്. അപ്പോൾ ആവണിക്കുട്ടിയും കുളിച്ചു കേട്ടോ. ആൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്.
അപ്പം ഞങ്ങൾക്ക് എന്തായാലും പോയിട്ട് കൂണൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ എന്നാലും ഒരു കൂണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യാറുള്ളത് കമൻറ്റ് ചെയ്യേണ്ടത്. അതായത് എങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ചിലർ മത്തൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് ചുടാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എങ്ങനെയാണോ ചെയ്യാറെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ചുടാനല്ല പോകുന്നത്, കറിയായിട്ട് വെക്കാനാട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. എനിക്ക് നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ ചീവീടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല തണുപ്പ് കൂടി ആയപ്പോഴേ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഈ ഒരു കുഞ്ഞു വ്ളോഗിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടുണ്ടാവും വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത്. ബൈ.